منوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا العلا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഫജ്ർ ആണ്. സൂറത്തുൽ ഫജ്റിലെ 13 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 14-ാമത്തെ ആയത്താണ് ഇനി പഠിക്കുവാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഫിർഔനിനെ, അതുപോലെ സമൂദ് ഗോത്രത്തെ, ആദ് സമൂഹത്തെ ഒക്കെ നശിപ്പിച്ച കഥ അല്ലാഹു തആല നമ്മളെ ഉണർത്തിയ ശേഷം ഇനി റബ്ബ് പറയാൻ പോകുന്നത് ആ ചരിത്ര കഥകളിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്നാണ്. വലിയ ശക്തന്മാരായ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ആ ഗോത്രങ്ങളെയൊക്കെ അല്ലാഹു തആലയെ ധിക്കരിച്ചതിൻ്റെ പേരിൽ നിലംപരിശാക്കിയ സംഭവങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. എന്നിട്ട് ഇനി അല്ലാഹു തആല പറയുകയാണ് 14-ാമത്തെ ആയത്തിൽ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിശ്ചയമായും താങ്കളുടെ റബ്ബ് വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നവനാകുന്നു. അള്ളാഹു വീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ നിലപാടുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ ധിക്കരിക്കുകയാണോ അനുസരിക്കുകയാണോ, ഇതൊക്കെ അല്ലാഹു തആല വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന റബ്ബക, നിശ്ചയമായും താങ്കളുടെ റബ്ബ് ലബിൽ മിർസാദ്, വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ തന്നെയാണ്. അപ്പോൾ തോന്നിയതുപോലെ നടക്കണ്ട. നടന്നാൽ ഈ പറയപ്പെട്ട സമൂഹങ്ങളെ ചെയ്തതുപോലെ അവർക്ക് വന്നതുപോലെ നിങ്ങൾക്കും വന്നേക്കാം. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിശ്ചയമായും റബ്ബ് പതിസ്ഥലത്തു തന്നെയുണ്ട്. ഈ വേട്ടജന്തുക്കളെയോ മറ്റോ ഒക്കെ പിടികൂടാൻ പതിയിരിക്കുന്ന സ്ഥലത്തിനാണ് സത്യത്തിൽ മിർസാദ് എന്ന് പറയുക. പതിസ്ഥലം എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. ഇവിടെ ഈ പറഞ്ഞതിൻ്റെ വിവക്ഷ, കുറ്റവാളികളായ ആളുകളെ അല്ലാഹു തആല സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, തക്ക സമയത്ത് തന്നെ അവരെ പിടികൂടും എന്നുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാത്ത നിരീക്ഷണത്തിലാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ മറുപടി കണ്ടെത്തി വെക്കണം. അല്ലാഹു തആല നമ്മൾ പിടികൂടാനിരിക്കുന്നു. ന്യായങ്ങൾ പറയാനുണ്ടെങ്കിൽ ഓക്കെ, ആ ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തി വെക്കണം വേണ്ടാത്തരങ്ങൾക്ക്, ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാതിരിക്കണം. മുഅ്മിനായ മനുഷ്യൻ ഇവിടെ സുഖിക്കാൻ വന്നവനല്ല, അവൻ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്. ഇവിടെ പ്രയാസങ്ങളുണ്ടാവും, പേടിച്ച് കഴിയേണ്ടവനാണ് മുഅ്മിൻ. എന്നാൽ അതേസമയം കൂടെ നല്ല പ്രതീക്ഷയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു എന്നവരെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, മുഅ്മിനായ മനുഷ്യൻ ഇവിടെ സത്യത്തിൽ ജയിൽ പുള്ളിയെ പോലെയാണ്. മുഅ്മിനായ മനുഷ്യൻ്റെ പേടി ശരിക്ക് അവസാനിക്കുന്നത് എപ്പോഴാണെന്നറിയോ? മുഅ്മിനായ മനുഷ്യന് സമാധാനം കിട്ടുന്ന എപ്പോഴാണെന്നറിയോ? സിറാത്ത് പാലം കടന്നിട്ട് അപ്പുറത്തേക്കൊണ്ട് എത്തിയാലാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ സിറാത്ത് പാലം കാണുന്ന ആ ഒരു രംഗല്ലേ, അപ്പോഴാണ് മുഅ്മിനായ മനുഷ്യന് സമാധാനം ഉണ്ടാവുക. അതുവരെ മുഅ്മിനായ മനുഷ്യൻ പേടിയിലും ബേജാറിലും തന്നെയാണ്. അല്ലാഹു തആല കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു തആല കാണാത്ത വല്ല സ്ഥലമുണ്ടോ? ഇല്ലല്ലോ. റബ്ബിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ഏതെങ്കിലും സമയത്ത് നമ്മൾ ഒഴിവാകുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് റബ്ബിൻ്റെ നിരീക്ഷണത്തിൽ നമ്മൾ ഒഴിഞ്ഞു പോകുന്നു എങ്കിൽ ആ സമയത്ത് നമുക്ക് തെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോയി നമുക്ക് തെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സ്ഥലമില്ലല്ലോ അല്ലാഹുവിൻ്റെ ദുനിയാവിൽ. എല്ലാം അള്ളാഹു കാണുന്ന സ്ഥലമാണ്. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് തെറ്റ് ചെയ്യാൻ പുറപ്പെട്ട കഥ പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് തെറ്റ് ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമാണ്, നിങ്ങൾ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണം, വല്ലാത്ത അഭിവാഞ്ചയാണ് തെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട്. ആ കാര്യങ്ങൾ അതനുസരിച്ച് അത് നിങ്ങൾ കേട്ട് അത് കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാം. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആയിക്കോട്ടെ, വേഗം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി പറയണ ഒന്നാമത്തത്, നീ അള്ളാഹുവിനെ
ധിക്കരിക്കണം എന്നുണ്ടെങ്കിൽ, നിനക്ക് അള്ളാഹുവിനെ ധിക്കരിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ധിക്കരിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഫലാ തഅകുൽ റിസ്ഖഹു, അള്ളാഹു തന്ന ഭക്ഷണം തിന്നാൻ പാടില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ എന്താ തിന്നുക? അള്ളാഹു ഭൂമിയിലുള്ളത് മുഴുവൻ അള്ളാഹുവിൻ്റെ റിസ്ഖല്ലേ, ഞാൻ പിന്നെ എന്താ തിന്നുക? അപ്പോൾ ഇബ്രാഹിം എന്നവർ പറഞ്ഞു, നാണമില്ലേ, അള്ളാഹു തന്ന റിസ്ഖ് തന്നിട്ട് അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞൊരു നാണല്ലടോ. ഓക്കെ, ഞങ്ങൾ രണ്ടാമത്തത് പറയും. അപ്പോൾ ഇബ്രാഹിം എന്നവർ പറഞ്ഞു, റഹ്മത്തുള്ളാഹി അലൈഹി, നീ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു സ്ഥലത്തും നീ അള്ളാഹുവിൻ്റെ നാട്ടിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വെച്ചത് ചെയ്യരുത്. അള്ളാഹുവിന് ഉടമപ്പെട്ട സ്ഥലത്ത് വെച്ച് നീ അത് ചെയ്യരുത്, വേറെ എവിടെയും പോയി ചെയ്തോ. അയാൾ പറഞ്ഞു, ഞാൻ എവിടെ പോകാനാ? ഇത് നിങ്ങൾ ആദ്യം പറഞ്ഞതിനേക്കാളും കഷ്ടകാലമായല്ലോ, ഇത് ഞാൻ എവിടെ പോകാനാ? അള്ളാഹുവിൻ്റേതല്ലേ സകല പ്രപഞ്ചങ്ങളും, അള്ളാഹുവിൻ്റേതല്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? അപ്പോൾ ഇബ്രാഹിം എന്നവർ പറഞ്ഞു റളിയല്ലാഹു അൻഹു, നിനക്ക് നാണമില്ലേ, അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിച്ച് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ താമസിച്ച് അള്ളാഹുവിൻ്റെ വീട്ടിൽ എന്ന പോലെ റബ്ബ് ഒരുക്കി തന്ന സകല സൗകര്യങ്ങളും ആസ്വദിച്ചിട്ട് റബ്ബിനെതിരെ തെറ്റ് ചെയ്യാന്നുള്ള നാണല്ലടോ, ഞങ്ങൾ അടുത്തത് പറയുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നിനക്ക് തെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ അള്ളാഹുവിനെ കാണാത്തൊരു സ്ഥലത്ത് പോയി ചെയ്തോ, അള്ളാഹു നിന്നെ കാണാത്തൊരു സ്ഥലത്ത് പോയി ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഇയാളെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഏത് സ്ഥലമാണ് ഇബ്രാഹിം എന്നവരെ ലോകത്തുള്ളത്? അള്ളാഹു കാണാത്ത ഏത് സ്ഥലമുള്ളത്? ഹൃദയത്തിനുള്ളിലുള്ളത് വരെ അറിയുന്ന പടച്ച തമ്പുരാൻ ഞാനെങ്ങനെ മറയാനാണ്? അപ്പോൾ ഇബ്രാഹിം എന്നവർ പറഞ്ഞു, ഓക്കെ, അപ്പം നീ ആലോചിച്ച് നോക്ക്, നിനക്ക് നാണമില്ലേ, റബ്ബ് തന്ന ഭക്ഷണം കഴിച്ച് റബ്ബിൻ്റെ ഭൂമിയിൽ താമസിച്ച് എല്ലായിടത്തും റബ്ബ് കാണുന്നു എന്ന് നിനക്ക് ഉറപ്പുണ്ടായിരിക്കെ തെറ്റ് ചെയ്യാൻ നാണല്ലടോ? ആളുകൾ കാണുന്നതിന്, പടച്ചവൻ കാണുന്നതിനത്രയും അതല്ലേ കൂടുതൽ വില കൽപ്പിക്കേണ്ടത്? നാണമാകുന്നില്ല നിനക്ക് തെറ്റ് ചെയ്യാൻ? നിങ്ങൾ അടുത്തത് പറയുന്നു പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം അദം എന്നവർ പറഞ്ഞു, ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെയായി, നിനക്ക് തെറ്റ് ചെയ്യണോ ചെയ്തോളൂ, പക്ഷേ മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് പറഞ്ഞേക്കണം, കുറച്ചുകൂടെ സമയം എനിക്ക് തരണം, ഞാൻ തൗബ ചെയ്തിട്ട് കൂടെ വരാം എന്നൊന്ന് പറഞ്ഞ് കുറച്ച് സാവകാശം ചോദിക്കണമെന്ന്. സുബ്ഹാനല്ലാഹ്, ഞാൻ അങ്ങനെ സാവകാശം ചോദിക്കാനാണ്? എങ്ങനെ കിട്ടാനാണ് എനിക്ക്? ഒരു സെക്കൻഡ് പോലും സമയം വന്നാൽ ബാക്കി വെക്കൂല എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യാനാണ്? എങ്ങനെയാണത് പറയുക? എന്നാൽ പോട്ടെ, ഇനി നീ മരണപ്പെട്ട് കഴിഞ്ഞ് ഖിയാമത്ത് നാളിലെത്തി സബാനിയാക്കളായ മലക്കുകൾ നിന്നെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയം ഉണ്ടാവില്ലേ? ആ സമയം നീ മുതലെടുക്കുക. നിനക്ക് തെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷേ അങ്ങനെ നിന്നെ മലക്കുകൾ വിളിച്ചു കൊണ്ടുപോകുന്ന നരകത്തിലേക്ക് ആട്ടിപ്പായിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ സമയത്ത് പോകരുത് അവരെ കൂടെ. നീ ബലം പ്രയോഗിച്ച് മാറി നിൽക്കണം. അങ്ങനെ നിനക്ക് കഴിയുമെങ്കിൽ തെറ്റ് ചെയ്തോ. അപ്പോൾ ഇയാൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എനിക്കെങ്ങനെ കഴിയാനാണ്? മല്ലന്മാരായ മലക്കുകളാണവർ, ശിക്ഷയുടെ മലക്കുകളാണവർ. നമ്മൾ സാധുക്കളായ മനുഷ്യന്മാരുടെ എങ്ങനെയാണ് ഞാനത് കഴിയുക? എങ്ങനെയാണ് അവരെ വിളിക്കുമ്പോൾ ഞാൻ പോരൂല എന്ന് ഞാൻ പറയാം? എനിക്ക് മതി, ഇത്രയും പറഞ്ഞത് മതി, ഹസ്ബി ഹസ്ബി, നിങ്ങളൊന്നും പറയണ്ട, എനിക്ക് മതി, എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്. അയാൾ കരച്ചിലോടെ കരച്ചില്ലെന്നാണ്. തൗബ ചെയ്ത് മടങ്ങി, നല്ല മനുഷ്യനായി ഇബ്രാഹിം അദം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ കൂടി മരണം വരെ അവരൊന്നിച്ചായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു കാണാത്ത ഒരു സ്ഥലവും ഈ ദുനിയാവിലില്ല. നമ്മളെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരാൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ആ നിലക്കല്ലേ നടക്കേണ്ടത്. ഏതെങ്കിലുമൊക്കെ ഏരിയകളിൽ ക്യാമറകളുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ പെരുമാറ്റം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. റോഡുകളിൽ ക്യാമറകളുള്ള സ്ഥലത്ത് ഹൈസ്പീഡിൽ പോകുന്ന ആൾ വണ്ടിയുടെ സ്പീഡ് കുറക്കും. നമ്മൾ ചെല്ലുന്ന ഓഫീസുകളിൽ പ്രധാനപ്പെട്ട ഏരിയകളിൽ ക്യാമറകളുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റം അതനുസരിച്ച് നന്നാവും. ഈ ക്യാമറകളുടെയൊക്കെ എല്ലാ നിരീക്ഷണ സാധനങ്ങളുടെയും മേലെയുള്ള പരമോന്നതനായ മഹോന്നതനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നമ്മൾ എത്രത്തോളം ആ വിഷയം ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ കാരകപരുവത്തിലെടുക്കേണ്ട വിഷയം തന്നെയാണ്. അള്ളാഹുവിനെ തെറ്റ് ചെയ്യരുത്, അള്ളാഹുവിനെതിരെ നമ്മൾ ചെയ്യരുത്. വന്നുപോയതൊക്കെ അള്ളാഹു തആല പുറത്തു തരട്ടെ, ആമീൻ. മാപ്പാക്കി തരട്ടെ. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്ക്, തൗബ ചെയ്ത് മടങ്ങുക, റബ്ബ് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ആയത്ത് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. ഇനി മനുഷ്യൻ്റെ ചില സ്വഭാവങ്ങളാണ് അല്ലാഹു തആല പറയാൻ പോകുന്നത്. മനുഷ്യന് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്താൽ എന്താണ് അവൻ്റെ നിലപാട് എന്നും മനുഷ്യന് വിപത്തുകൾ വന്നുപെട്ടാൽ എന്താണ് അവൻ്റെ നിലപാട് എന്നും അല്ലാഹു തആല ഈ രണ്ട് ആയത്തുകളോട് വിശദീകരിക്കുകയാണ്.
അമ്മൽ ഇൻസാനു അപ്പോൾ മനുഷ്യൻ ഇദാ മബ്തലാഹു അള്ളാഹു അവനെ പരീക്ഷിച്ചാൽ റബ്ബുഹു അവൻ്റെ രക്ഷിതാവ് അവൻ്റെ റബ്ബായ അള്ളാഹു അവനെ പരീക്ഷിച്ചാൽ എന്നിട്ട് ഫഅക്രമഹു അവന് സുഖസൗകര്യങ്ങൾ അവൻ ആദരിക്കുകയും ചെയ്താൽ വനഅമഹു അവന് സുഖസൗകര്യങ്ങൾ നൽകുകയും ചെയ്താൽ ഫയഖൂലു അവൻ പറയും റബ്ബി എൻ്റെ റബ്ബ് അക്രമൻ എന്നെ ആദരിച്ചിരിക്കുന്നു. മനുഷ്യൻ തൻ്റെ റബ്ബ് അവനെ പരീക്ഷിക്കുകയും അങ്ങനെ ആദരിക്കുകയും സുഖസൗകര്യങ്ങൾ നൽകുകയും ചെയ്താൽ എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്നവൻ പറയും. ഈ സുഖസൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നിഅമത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ്. വെറും ബലാ മുസീബത്ത് മാത്രമല്ല പരീക്ഷണങ്ങൾ. അല്ലാഹു തആല കുറേ പൈസ നമ്മളെടുത്ത് തന്നു, അതൊരു പരീക്ഷണമാണ്. നല്ല ആരോഗ്യം തന്നു, അതൊരു പരീക്ഷണമാണ്. അതാണ് പറയുന്നത് ഇദാ മബ്തലാഹു. ഈ ആയത്തിലും തൊട്ടടുത്ത ആയത്തിലും അല്ലാഹു തആല ഒരേ പ്രയോഗമാണ് നടത്തിയത്. ഇദാ മബ്തലാഹു പരീക്ഷിച്ചാൽ. നിഅമത്തുകൾ കൊടുക്കുന്നതോടൊപ്പം ഇബ്തല എന്ന് പ്രയോഗിച്ചു, അടുത്ത ആയത്തിലും ഇബ്തല എന്ന് തന്നെ പ്രയോഗിച്ചു. അപ്പോൾ രണ്ടും പരീക്ഷണമാണെന്ന് ബോധ്യപ്പെടുത്താനാണത്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു റബ്ബ് അവൻ്റെ റബ്ബ് മനുഷ്യനെ പരീക്ഷിച്ചാൽ. എങ്ങനെ പരീക്ഷിച്ചാൽ? സുഖസൗകര്യങ്ങൾ കൊടുത്ത് പരീക്ഷിച്ചാൽ. അതാണ് അടുത്ത് പറയുന്നത് ഫഅക്രമഹു അവൻ ആദരിച്ചിട്ട് വനഅമഹു ഒരുപാട് സുഖസൗകര്യങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവൻ എന്താ പറയാന്നറിയോ? റബ്ബി എൻ്റെ റബ്ബ് അക്രമൻ എന്നെ ആദരിച്ചിട്ടുണ്ട്, എന്നോട് വലിയ ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ റബ്ബ് ഇതൊക്കെ തന്നത്, എൻ്റെ റബ്ബിന് എന്നോട് വലിയ കാര്യമാണ് ഇഷ്ടമാണ്, അതുകൊണ്ട് എൻ്റെ റബ്ബ് തന്നു എന്നവൻ പറയും. സമ്പത്തും ആരോഗ്യം എല്ലാം പരീക്ഷണങ്ങളാണ്. രാജാധികാരം വരെ രാജ്ഞിയുടെ കൊട്ടാരം സഭയിൽ നിന്ന് കണ്ണിമ വിട്ടുന്ന സമയത്ത് തൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ച് തന്നിട്ട് അല്ലേ, ഞാനാരാ മോൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ കോളർ പിടിച്ച് കുലുക്കല്ല സുലൈമാൻ നബി അലൈഹി സ്വലാം ചെയ്തത്. എന്താ പറഞ്ഞത്? ആ കൊട്ടാരം മുന്നിലെത്തിയപ്പോൾ ഖാല സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എൻ്റെ റബ്ബ് എനിക്ക് ചെയ്ത തന്ന ഔദാര്യാണ്. എന്തിനാണെന്നറിയോ? ഞാൻ വലിയ ആളാന്ന് പറയുന്നത് കളിക്കാനല്ല, കോളർ പിടിച്ച് കുലുക്കാനല്ല. എന്തിനാണ്? ലിയബ്ലുവനി എന്നെ പരീക്ഷിക്കാൻ എൻ്റെ റബ്ബ് എനിക്ക് തന്ന ഫദ്ലാണ്. എന്ത് പരീക്ഷിക്കാൻ? അഷ്കുറു ഞാനിതിന് നന്ദി ചെയ്യുന്നുണ്ടോ, അം അക്ഫുറു ഞാൻ നന്ദികേട് കാണിക്കുന്നുണ്ടോ. വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. നന്ദി ചെയ്താൽ അവൻ തന്നെ ഗുണം, ഞാൻ നന്ദികേട് കാണിച്ചാലോ അള്ളാഹ്ക്ക് അതുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. സൂറത്തുൻ നംലിലെ 40-ാമത്തെ ആയത്താണിത്. ഉറുമ്പിൻ്റെ സംസാരം മനസ്സിലായപ്പോഴും സുലൈമാൻ നബി അലൈഹി സ്വലാം ഇത് തന്നെയാണ് പറഞ്ഞത്. അത് വലിയൊരു നിഅമത്താണല്ലോ, ഉറുമ്പുകളുടെ സംസാരമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലേ. സുലൈമാൻ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? സൂറത്തുൻ നംലിലെ 19-ാമത്തെ ആയത്തിൽ ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ഉറുമ്പിൻ്റെ സംസാരം മനസ്സിലാക്കിയിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയാണ് വഖാല റബ്ബി എൻ്റെ റബ്ബേ ഔസിഅനി അൻ അസ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅന അമല സാലിഹൻ തർല്ലാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സാലിഹിൻ. റബ്ബേ ഇതൊക്കെ എന്തൊരു നിഅമത്താണ്, നിനക്ക് ശുക്ർ ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ. ഔസിഅനി അൻ അസ്കുറ നിഅമതക. ഈ കണ്ട ഇതുപോലെയുള്ള ഒരുപാട് അനുഗ്രഹം നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്, രാജാധികാരം അടക്കം ഉറുമ്പിൻ്റെ സംസാരം മനസ്സിലായതടക്കം ഇതിനൊക്കെ ശുക്ർ ചെയ്യാൻ എന്നെ സഹായിക്കണേ റബ്ബേ. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഒക്കെ നീ ചെയ്ത നന്മകൾക്ക് നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ എന്ന് പറഞ്ഞ് സുലൈമാൻ നബി അലൈഹി സ്വലാം ദുആ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ദുആ ചെയ്തിട്ട് അതിനനുസരിച്ച് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ അത് അവരുടെ കറാമത്തുകളായി അല്ലേ. ആ ആളുകളെ അങ്ങോട്ട് പുകഴ്ത്തി മുകളിലേക്കിട്ട് വല്ലാതെ എന്താ പറയുക നമ്മുടെ സമൂഹം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എന്ത് നിഅമത്തുകൾ ചെയ്തു തന്നാലും അതിലൊന്നും അഹങ്കരിക്കുകയല്ല വേണ്ടത്. റബ്ബ് നിഅമത്ത് ചെയ്തതെന്ന് എന്നെ പരീക്ഷിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചു, അള്ളാഹു തആല തന്നു, ഇനി ഞാൻ നന്ദി ചെയ്യുന്നുണ്ടല്ലോ നോക്കാണ്. മഴയില്ലാത്ത സമയത്ത് മഴ വേണമെന്ന് പറഞ്ഞ് ദുആ ചെയ്തു, മഴ തന്നു, ഇനി അതിനെ നമ്മൾ നന്ദി ചെയ്യുന്നു നോക്കാണ്. അല്ലാതെ അത് എൻ്റെ മേന്മത്തരമാണ് അതല്ലെങ്കിൽ ഇന്നയാളുടെ മേന്മത്തരമാണ് എന്നൊന്നും പറഞ്ഞ് നടക്കുകയല്ല ചെയ്യേണ്ടത്. ഇതൊരു പരീക്ഷയാണെന്നാണ് അള്ളാഹു തരുന്നത്. ഇത് അമബ്തലാഹു, അതൊരു പരീക്ഷണമാണ്. എങ്ങനെയാണ് പരീക്ഷയിൽ പാസ്സാകുക? ശുക്ർ ചെയ്തിട്ട് അതിന് നമ്മൾ ദുആ ചെയ്യുക. സുലൈമാൻ നബി സ്വലാം ദുആ ചെയ്തതുപോലെ ശാക്കിര്യങ്ങളിൽ പെടുത്തണമെന്ന് ദുആ ചെയ്യണം, ശുക്ർ ചെയ്യണം, തൗഫീഖ് ഉണ്ടാവണമെന്ന് ദുആ ചെയ്യണം. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയും വേണം. അള്ളാഹു ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് അങ്ങനെയാണ്. വനബ്ലൂക്കും അമ്പിയാക്കളോടൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. സൂറത്തുൽ അംബിയായിലെ 35-ാമത്തെ ആയത്താണത്. വനബ്ലൂക്കും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, ബിശ്ശർരി തിന്മ കൊണ്ട് പരീക്ഷിക്കും എന്ന് പറഞ്ഞാൽ വിപത്തുകൾ കൊണ്ട് പരീക്ഷിക്കും, വൽ ഖൈരി നന്മ കൊണ്ടും പരീക്ഷിക്കും, നല്ല അനുഗ്രഹങ്ങൾ തന്നിട്ടും പരീക്ഷിക്കും, ഫിത്നത്തിന് അതൊക്കെ പരീക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് നന്ദി ചെയ്യാൻ മെനക്കെടണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇവിടെ
ഈ സുഖസൗകര്യങ്ങൾ കൊണ്ടുള്ള പരീക്ഷണം എന്നത് പല ആളുകൾക്കും മനസ്സിലാക്കാൻ പ്രയാസമാണ്. വിപത്തുകൾ, ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിന് ഞാൻ ക്ഷമിക്കേണ്ടതാണ്, അതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. എന്താ ഇപ്പോൾ ഈ സുഖസൗകര്യം തന്നിട്ടുള്ള പരീക്ഷണം? അത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ രോഗം വന്നാൽ ക്ഷമിക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് അതിനെങ്ങനെ നന്ദി ചെയ്യണം എന്നറിയില്ല. ആരോഗ്യമുണ്ടാകുമ്പോൾ ഒരു ക്ഷമയുണ്ട്. ആരോഗ്യം ചോരത്തിളപ്പുണ്ടാകുമ്പോൾ വേണ്ടാത്തതിലൊക്കെ പോകാൻ പാടില്ല. അത് അതിൻ്റെ ഒരു ക്ഷമയാണ്, അതിൻ്റെ ശുക്രാണ് നല്ലത് ചെയ്യുക. അതുപോലെ തന്നെ ദാരിദ്ര്യം വരുമ്പോൾ ക്ഷമിക്കാൻ ചിലപ്പോൾ പലർക്കും കഴിഞ്ഞു എന്ന് വന്നേക്കാം. അതേസമയം പൈസ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ പൈസ കൊണ്ട് കൂത്താട്ടാണ് അല്ലേ? അള്ളാഹു തആല പറയുന്നത് പോലെ ചെയ്യാൻ ചിലവഴിക്കാൻ ആൾ കിട്ടൂല. ഇതാണ് രണ്ടും പരീക്ഷണമാണെന്ന് പറഞ്ഞത്. ആദ്യത്തേത് പെട്ടെന്ന് മനസ്സിലാക്കും, രണ്ടാമത്തേത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് വല്ലാത്ത നിഅമത്തുകൾക്കൊക്കെ അള്ളാഹു തആല മുന്നറിയിപ്പ് കൊടുത്തത്. ഈ നിഅമത്തുകൾ ഞാൻ നിങ്ങൾക്ക് തന്നത് എനിക്ക് നിങ്ങളോട് തൃപ്തിയുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ടല്ല, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സൂറത്തുൽ മുനാഫിഖീൻ. മുഅ്മിനീങ്ങളായ ആളുകളെ, നിങ്ങളുടെ പൈസയും സമ്പത്തും മക്കളും ഒക്കെ അതൊന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിലും നിങ്ങളെ ശ്രദ്ധ മാറ്റിക്കളയരുത്. അതൊക്കെ വെറും പരീക്ഷണങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി അള്ളാഹു തആല നിങ്ങൾക്കത് തന്നേൽപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ വിഷയങ്ങൾ സംബന്ധമായി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.